സത്യം പറഞ്ഞ രാവിലെ പ്രഹ്ലാദൻ ചേട്ടൻ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. 10 മണിക്ക് തുറക്കുന്ന വില്ലേജ് ഓഫീസിൽ 8 മണിക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു വഴക്കായിരുന്നു. ഈ വില്ലേജ് ഓഫീസ് ഭൂമിയിൽ വെച്ച് ഒരു പ്രത്യേകതരം വില്ലേജ് ഓഫീസ് ആണെന്നുള്ള കാര്യം പ്രഹ്ലാദ് സാറിന് ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടില്ല. സാധാരണ ഉദ്യോഗസ്ഥര് 11 മണിക്കാണ് വരേണ്ടത്. എല്ലാ ദിവസവും 10 മണിക്ക് വരേണ്ട നമ്മള് ഇന്ന് 8:30 വരേണ്ട അവസ്ഥയായി. നമസ്കാരം കാഞ്ചന സാറേ. നമസ്കാരം പ്രഭു സാറേ. ശിശുപാലൻ ചേട്ടാ ആള് കൊള്ളാലോ. കൃത്യം 8:30 വരണമെന്ന് ഇന്നലെ മോനേഷ് സാർ പറഞ്ഞതല്ലേ? അതിനെന്താ, ഞാൻ 5 മിനിറ്റല്ലേ വൈകിയുള്ളൂ. 10 മണിക്ക് ഓഫീസിൽ വരേണ്ടവർ 8:30 തന്നെ വരണമെന്ന് പറയുന്നത് ശരിയാണോ കാഞ്ചന സാറേ? സത്യം പറയാലോ ശിശുപാലൻ ചേട്ടാ, ഇന്ന് 8:30 വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വഴക്കുണ്ടാക്കായിരുന്നത് വേറൊരു കാര്യം ഓർത്തിട്ടാ. അതെന്ത് കാര്യം? നാളെ രാവിലെ അമ്മാവന്റെ മോളുടെ കല്യാണ സാരി എടുക്കാൻ പോകണം. ഞാൻ അക്കൂട്ടത്തിൽ ചെല്ലണമെന്ന് അവർക്ക് ഒരേ നിർബന്ധം. അങ്ങനെ ഞാൻ പോയാ നാളത്തെ ഹാഫ് ഡേ ലീവ് പോകുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതുകൊണ്ട് ഇന്ന് സാറ് പറഞ്ഞ പോലെ രാവിലെ 8:30 മണിക്ക് വന്ന് ജോലികളെല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്ത് തീർത്ത നാളെ രാവിലെ 2 മണിക്കൂർ വൈകി വന്നാ പോരേ സാറേ എന്ന് എനിക്ക് ചോദിക്കാലോ. പറ്റില്ല എന്ന് സാറ് പറഞ്ഞാൽ ഞാൻ പറയും ഇന്ന് രാവിലെ ഞാൻ നേരത്തെ വന്നല്ലോ. എന്റെ സ്വയംപ്രഭ സാറേ, ഇത്തരം നമ്പറുകളൊന്നും മോഹനേഷ് സാറിനോട് ചെലവാകില്ല. ഇന്ന് രാവിലെ 8:30 6 മണിക്ക് വന്നാലും സാർ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. അത് വാസ്തവ. മോനേഷ് സാറിന്റെ മനസ്സേ അങ്ങനെ എങ്ങും അലിയില്ല. നാളെ ലീവ് വേണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സാറിനെ കാര്യമായി ഒന്ന് പുകഴ്ത്തി പറഞ്ഞാ മതി. അങ്ങനെ നേരിട്ട് സാറിനെ പുകഴ്ത്തിയിട്ട് കാര്യമില്ല. അത് പറ്റിപ്പാണെന്ന് സാറിന് മനസ്സിലാവും. വളഞ്ഞ വഴി പുകഴ്ത്തിയാലേ കാര്യമുള്ളൂ. എന്നുവെച്ചാ ഇപ്പൊ സാറ് ആഫീസിലേക്ക് വരുന്ന വഴി കാണുന്ന ഒരാൾ അപ്രത്യക്ഷിതമായി പറയുകയാണെന്നിരിക്കട്ടെ സാറേ, സ്വയംപ്രഭ സാറും സാറിനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്ന്. അത് സാറ് വിശ്വസിക്കും. അല്ല, അങ്ങനെ വഴിയിൽ വെച്ച് സാറിനോട് പറയാൻ ആരിയിരിക്കുന്നു? വഴിയിൽ വെച്ച് വേണ്ട കാഞ്ചന സാറേ, വീട്ടിൽ വെച്ചാകാലോ. എന്ന് വെച്ചാ എന്റെ അമ്മാവന്റെ കേസേ വക്കീലാ വാദിക്കുന്നത്. വക്കീലിനെ വിളിച്ച് കേസിന്റെ കാര്യം പറഞ്ഞ് ആ വഴി വക്കീലിനെ സുഖിപ്പിച്ച് സംഗതി മോഹനേഷ് സാറിൽ എത്തിക്കാം. എങ്ങനെയുണ്ട്? എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞാ മനസ്സിലാവൂല, ചെയ്ത് കാണിക്കാം. മണി 8:30 ആയതുള്ളൂ. എങ്ങോട്ട് പോവാ? ഓഫീസിലേക്ക്. ഇന്ന് എനിക്ക് നേരത്തെ പോകണമെന്ന് ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞതാ. ജില്ലാ കളക്ടർ കൊടുക്കാനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത് തീർത്ത് താലൂക്ക് ഓഫീസിൽ എത്തിക്കണം. കഷ്ടം. ഈ മോഹനേട്ടനെ കൂടി ഞാൻ തോറ്റു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ആഫീസ് സമയം. നമ്മുടെ നാട്ടിലെ മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം രാവിലെ വൈകി വരികയും വൈകുന്നേരം നേരത്തെ പോകുന്ന ആളുകളുമാണ്. ബാക്കിയുള്ളവരെല്ലാം സമയത്ത് വരികയും സമയത്ത് പോവുകയും ചെയ്യും. ഇവിടെ ഒരാളുള്ളത് രാവിലെ നേരത്തെ പോവുകയും ചെയ്യും, വൈകുന്നേരം താമസിച്ചും വരും. ഭാമേ, വെറുതെ ഓഫീസിൽ പോയിരുന്ന് കുശലം പറഞ്ഞും പത്രം വായിച്ചും ചായ കുടിച്ചും ചീട്ട് കളിച്ചും ഒക്കെ സമയം കളയുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കാം. പക്ഷേ കെ മോഹനേഷ് സാറിന് അതിന് കിട്ടില്ല. അതാണ്. ഇങ്ങനെ ഒരാൾ ചത്തു പണിയെടുക്കുന്നുണ്ട് നാട് നന്നാവുന്നാണ് മോഹനേട്ടൻ കരുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരാൾ മാത്രമല്ലല്ലോ. ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനയും ഒക്കെ ഓഫീസിലെത്തിയിട്ടുണ്ടാവും. ഇപ്പോ അവർ 8:30 എത്തുമെന്ന് ഇന്നലെ പറഞ്ഞതാ. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ മോഹനേട്ട. അത് മോഹനേട്ടനുള്ള പേടി കൊണ്ടാണ്. അല്ലാതെ കൊച്ചു വെളുപ്പാങ്കാലത്തെ ആഫീസിൽ വന്നിരുന്ന് ഇമാതിരി ജോലി ആരെങ്കിലും ചെയ്യുവോ? അവരെന്നെ പേടിച്ചിട്ടാണ് വരുന്നത് നിന്നോടാരാ പറഞ്ഞത്? ഒരിക്കലുമല്ല ഭാമേ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ പ്രമാണം. എന്റെ കൂടെ ജോലി ചെയ്ത് അവർക്കൊക്കെ നല്ല ഉത്തരവാദിത്വ ബോധമുണ്ടായി. ശരിയേ, ഞാനത് വിശ്വസിച്ചു. ആ പുരുഷോത്തമ ചേട്ടന്റെ കേസിന്റെ ഫീസ് ഇന്ന് തരാമെന്നല്ലേ പറഞ്ഞത് നീ? അയ്യോ, എന്തൊരു ഓർമ്മയാന്ന് നോക്കി എന്റെ മോഹനേട്ടന്. ഇവിടെ അരി വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെ മോഹനേട്ടൻ മറക്കും. എനിക്കൊരു ചുരിദാർ വാങ്ങുന്ന കാര്യം വല്ലതും പറഞ്ഞാൽ അത് എപ്പം മറന്നു ചോദിച്ചാൽ മതി.
എനിക്ക് പൈസ കിട്ടുന്ന ദിവസം മാത്രം മോഹനേട്ടന് ഭയങ്കര ഓർമ്മയാ എന്റെ മോഹനേട്ടാ. പൈസ ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കുന്നൊന്നുമില്ലല്ലോ, ബാങ്കിലിടുന്നു. അതിപ്പോ നിനക്കെന്താ പ്രശ്നം? പൈസ ഇന്ന് കിട്ടുന്നുള്ളത് നേര് തന്നെയാ. ആ പൈസ മോഹനേട്ടന്റെ കയ്യിൽ തരണോ വേണ്ടിയോ എന്ന് ഞാൻ ശരിക്കൊന്ന് ആലോചിക്കട്ടെ. ഹാമേ, നിനക്ക് ഇപ്പോഴും എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ മറ്റുള്ളവരോട് നിന്നെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? നീ അനാവശ്യമായി പൈസ കളയില്ല. കിട്ടുന്ന പൈസയൊക്കെ എന്റെ കയ്യിൽ തന്നെ തരുന്നത് കൊണ്ട് എല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. സമ്പാദ്യശീലമുള്ള നല്ല സ്ത്രീകൾ അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. ശരിക്കും അറബിക്കടലിലെ വെള്ളം പറ്റിപ്പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ മോഹനേട്ടൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ഇതാണ് നിനക്ക് എന്നെ ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ നിന്നെ പറ്റി പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ. അതുവരെ ഞാൻ കാത്തിരിക്കും. ശരി, അങ്ങനെ മോഹനേട്ടൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞു എന്ന് ആരെങ്കിലും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ മോഹനേട്ടനെ കൊണ്ട് തരും. തർക്കി ചോദിക്കാതെ പോയി ചോദിച്ചോണ്ടോ എനിക്ക് പോണം. ഹലോ വക്കീലെ, ഞാൻ സ്വയംപ്രഭയാ. മോഹനേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കണോ? അയ്യോ, ഞാൻ വക്കീലിനോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്നോടോ? എന്റെ അമ്മാവന്റെ കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാനാ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വക്കീലിനെ ഓർമ്മിപ്പിക്കണമെന്ന് അമ്മാവൻ പറഞ്ഞിരുന്നു. ഇന്നലെ വക്കീലിനെ വിളിക്കണമെന്ന് ഓർത്തതാ. ഇന്നലെ ഓഫീസിൽ വെച്ച് സാറ് വക്കീലിനെ പറ്റി ഒരുപാട് പൊഴുത്തി പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോന്ന് പറഞ്ഞു വിളിക്കാൻ മറന്നുപോയി. എന്താണ് പുകഴ്ത്തി പറഞ്ഞത്? അല്ല, വക്കീല് കൈ കിട്ടുന്ന പൈസ ഒന്നും വെറുതെ കളയില്ല, എല്ലാ സാറിന്റെ കൈ കൊടുക്കും. സാർ അത് കൃത്യമായിട്ട് സഹകരണ ബാങ്കിലിടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്ന് സാറ് പറഞ്ഞു. സത്യം പറഞ്ഞ സ്വന്തം ഭാര്യ എങ്ങനെ പൊഴുത്തി പറയുന്ന ഭർത്താക്കന്മാര് വേറെ ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇത് പറയാനാണോ സ്വയംപ്രഭ വിളിച്ചത്? അല്ല, കേസിന്റെ കാര്യം ചോദിക്കാനാ വിളിച്ചത്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണല്ലോ വക്കീലെ. സാറിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതേ വക്കീലിന്റെ ഭാഗ്യ. ചുമ്മാ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിൽ ഉണ്ണിയല്ലേ സാറ്. പിന്നെ കള്ളുകുടിയില്ല, ചീത്ത കൂട്ടുകെട്ടില്ല, കൈക്കൂലി വാങ്ങില്ല. എന്തൊരു നല്ല മനുഷ്യനാ. സത്യം പറയാലോ വക്കീലെ, ഞങ്ങളെപ്പോലെ സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് കൂടെ ജോലി ചെയ്യുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഓരോരുത്തന്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ആർക്കറിയാം. പക്ഷെ മോഹനേട്ടൻ സാർ എന്തൊരു തങ്കപ്പെട്ട മനുഷ്യനാ. വക്കീലിന്റെ ഭാഗ്യോ സാറിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്. ഇത് കുറച്ചു മുന്നേ സ്വയംപ്രഭ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. എത്ര പറഞ്ഞാലും മതി വരില്ല. അതല്ലേ മോഹനേട്ടൻ സാറിന്റെ മഹത്വം. ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തോണ്ടാ സാറിന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ മാത്രമല്ല, നിങ്ങളും ഭാഗ്യം ചെയ്ത ആളുകളാണ്. പിന്നെ അല്ലാതെ. പിന്നെ ഒരു സത്യം ഞാൻ പറയാൻ കേട്ടോ. ഞാൻ ഇത്രയും കാലം കല്യാണം കഴിക്കായിരുന്ന എന്താണെന്ന് അറിയാവോ? എന്താ? മോഹനേട്ടൻ സാറിനെ പോലെ യോഗ്യനായ ഒരാളെ കിട്ടാത്തോണ്ടാ. അത്ര തങ്കപ്പെട്ട മനുഷ്യനല്ലേ സാറ്. ഇനി ഏതെങ്കിലും കോന്തനെ കിട്ടിയാൽ നമുക്ക് ഇഷ്ടപ്പെടൂ. വളരെ കറക്റ്റാ സ്വയംപ്രഭ പറഞ്ഞത്. അപ്പൊ ശരി വക്കീലേ, ഞാൻ വിളിച്ച കാര്യമൊന്നും സാറിനോട് പറയണ്ട. സ്വയംപ്രഭ ഇത്രയൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് പറയാതിരുന്നില്ല. എങ്ങനെ സ്വയംപ്രഭേ? ഞാനിത് പറയും. അതൊക്കെ വക്കീലിന്റെ ഇഷ്ടം. അപ്പൊ ശരി. ശരി. അപ്പൊ ആരായിരുന്നു സ്വയംപ്രഭ. അവൾക്ക് മോഹനേട്ടനല്ലാത്ത വേറെ ആണുങ്ങളെയൊന്നും ഇഷ്ടമല്ല. അത്രയ്ക്ക് ഇഷ്ടമായി പോയി. അതുകൊണ്ട് അവൾക്ക് മോഹനേട്ടനെ കല്യാണം കഴിക്കണം. പിന്നെ എങ്ങനെ പറയുമെന്നാണ് മോഹനേട്ടൻ വിചാരിച്ചത്? അത് മോശമല്ലേ മോഹനേട്ടൻ? സ്വയംപ്രഭ എന്നോട് പറഞ്ഞൊരു കാര്യം മോഹനേട്ടൻ അവളെ വിളിച്ചു ചോദിക്കുന്നത് മര്യാദയാണ്. ഉത്തം വിളിക്കുന്നുണ്ട്.
മോഹനേട്ടൻ പോയി ഉത്തമം വന്ന് എന്തിനാന്ന് ചോദിക്കാം. ചെല്ല്. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. എന്താ ഉത്തമ? നമസ്കാരം. പഞ്ചായത്ത് സെക്രട്ടറി കോമളവല്ലി ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ്. അവരിവിടെ ഒരു 10-12 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു പുതിയ വീട് പണിത് ഇവിടെ താമസമാക്കാനാണ് പരിപാടി. കെ മോഹനേരി സാറിന്റെ സഹായം വേണമെന്ന് പറഞ്ഞു. എന്റെ ഈശ്വരാ. അപ്പൊ ഇനിയും ഉണ്ടോ ആള്? ഈ കോമളവല്ലി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാണോ? ഓ പിന്നെ കല്യാണം കഴിഞ്ഞ്. ഭർത്താവ് പോലീസുകാരനാണ്. ഭാഗ്യം. എന്ത് സഹായമാണ് ഉത്തമ വേണ്ടത്? അത് സാറേ, പോക്കൊരു കരമടയ്ക്കല്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, അതാണ് ഇപ്പൊ ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ മതിൽ പണിയുന്നതിന് വേണ്ടി സ്ഥലമൊന്ന് അളന്ന് തിരിച്ചു കൊടുക്കുകയും വേണം. നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും സകല കാര്യത്തിനപ്പം മോഹനേട്ടൻ വേണം അല്ലേ? എന്റെ ഗതി ഇനി എന്താകുമോ എന്തോ. ഉത്തമ, പോക്കുവരുള്ള അപേക്ഷയുമായിട്ട് ആദ്യം വില്ലേജ് വരാൻ പറയൂ. ബാക്കിയല്ല അത് കഴിഞ്ഞിട്ടല്ലേ? ഉത്തമ വന്നാ മതിയോ അതോ കോമളവല്ലി ചേച്ചി നേരിട്ട് വരണോ? ഉത്തമ വന്നാ മതി. ശരി സാർ. എന്തോ കാര്യമുണ്ടല്ലോ വക്കീലേ. കാര്യമുണ്ട് ഉത്തമ. എനിക്കിന്ന് പുരുഷോത്തമ സാറിന്റെ കേസിന്റെ ഫീസ് കിട്ടും. അതെങ്ങനെങ്കിലും ഒന്ന് വാങ്ങിച്ചെടുക്കാനായി സാർ രാവിലെ മുതൽ ഓരോ നമ്പർ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു ഭയങ്കര സംഭവമാണെന്ന് മോഹനയുടെ നാട്ടുകാരോടൊക്കെ പറയാറുണ്ട്. അത്രേ എങ്ങനെയുണ്ട് ഇത് ഞാൻ വിശ്വസിക്കാൻ? മോഹനേട്ടൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞു എന്നുള്ളത് ഞാൻ വിശ്വസിക്കില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ സാറ് പറയാണ്, മോഹനേട്ടൻ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞതിനെ പറ്റിയൊക്കെ മറ്റുള്ള ആളുകൾ പറയുമ്പോ എനിക്കത് മനസ്സിലായിക്കൊള്ളുവെന്ന്. തൊട്ട് പുറകെ സ്വയംപ്രഭയുടെ ഒരു കോള്. ഓഫീസിൽ വെച്ച് മോഹനേട്ടൻ എന്നെ പുകഴ്ത്തി പറഞ്ഞുവെന്ന്. എങ്ങനെയുണ്ട് ഉത്തമനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? സാർ ഇന്നലെയെ സ്വയംപ്രഭയെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്നെന്നെ എങ്ങനെ വിളിച്ചു പറയാം. സ്വയംപ്രഭ വിളിച്ചു പറയുമ്പോ ഞാനത് വിശ്വസിച്ചോളൂല്ലോ. അപ്പൊ പിന്നെ പുരുഷോത്തമൻ സാർ തരുന്ന പൈസ ഞാൻ മോഹനേട്ടന് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമല്ലോ. എങ്ങനെയുണ്ട് സാറിന്റെ ബുദ്ധി? വക്കീലായി എന്റെ അടുത്താണ് സാറിന്റെ വിളച്ചില്. സ്വയംപ്രഭ വിളിച്ചത് അമ്മാവിന്റെ കേസിന്റെ കാര്യം പറയാനാണെന്ന് അവള്. അമ്മാവിന്റെ കേസ് മിനിങ്ങാന്ന് ഒത്തുതീർപ്പായ കാര്യം സ്വയംപ്രഭ പറഞ്ഞിട്ടില്ല. ഒക്കെ ഇവിടുത്തെ സാറിന്റെ ബുദ്ധിയാ. സാറാരാ മോനെന്ന്? സ്വയംപ്രഭേ, മോഹനേഷ് സാറ് വരാറായി. നിന്റെ പരിപാടി ഏറ്റു കാണൂ. പിന്നെ ഏൽക്കാതെ. ഞാൻ വളരെ തന്ത്രപരമായിട്ടല്ലേ സംസാരിച്ചത്. ആദ്യം വക്കീലിനെ അങ്ങ് പുകഴ്ത്തി കയ്യിലെടുത്തു. അത് കഴിഞ്ഞ് വിസ്തരിച്ച് സാറിനെ അങ്ങ് പൊഴുത്തി. ഞാൻ പറഞ്ഞത് അതുപോലെ വക്കീല് സാറിനോട് പറയുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? പറഞ്ഞില്ലെങ്കിലോ? ചിലപ്പോ അത് വക്കീലത് മനസ്സിൽ വെക്കും. അങ്ങനെയാണെങ്കിൽ സ്വയംപ്രഭ സാറിന്റെ സകല പരിപാടിയും പൊളിയും. അതെന്നെ ശിശുപാലൻ ചേട്ടാ, ഞാൻ ആരാ മോള്. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ ഡയലോഗ് ശിശുപാലൻ ചേട്ടാ ശ്രദ്ധിച്ചായിരുന്നോ? ഇതൊന്നും വക്കീല് സാറിനോട് പറയണ്ടാന്ന്. ഉടനെ വക്കീല് പറയുക, ഞാനിത് പറയാതെ ഇരിക്കുമോ സ്വയംപ്രഭേ എന്ന്. വക്കീല് സാറിനോട് പറയുമോന്നറിയാനുള്ള എന്റെ ഒരു നമ്പർ അല്ലായിരുന്നു അത്. സ്വയംപ്രഭ സാർ കൊള്ളാമല്ലോ. ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. മോഹനേഷ് സാറിനെ പോലെ ഒരു ഓഫീസർ ഉള്ളപ്പോ ഇമ്മാതിരി നമ്പറൊക്കെ ഇറക്കിയാലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. എന്തായാലും പ്രഭ ഇത്രയും ചെയ്തു വെച്ചത് നന്നായി. ഇനി എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോ ഈ നമ്പർ തന്നെ ഇറക്കാലോ. ആദ്യത്തെ ചക്ക വീണപ്പോ മൊയില് ചത്തൂന്ന് കരുതി എല്ലാ ചക്ക വീഴുമ്പോഴും മൊയില് ചാവണമെന്നില്ലല്ലോ. അത് ശരിയാ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ കാര്യങ്ങളൊക്കെ? ചെയ്തോണ്ടിരിക്കുക സാർ. ഉച്ചയ്ക്ക് മുമ്പേ പൂർത്തിയാവും. തീരണം. 1:30 മുമ്പ് ഈ റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ എത്തിക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാ. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഈ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കും. നല്ലത്. തീർന്നാലുടൻ റിപ്പോർട്ടുമായി ശിശുപാലൻ താലൂക്ക് ഓഫീസിലേക്ക് പോണം. പോവാ സാർ. പ്രഭ എന്താ ലീവിന്റെ കാര്യം സംസാരിക്കാത്തെ? എന്റെ കാഞ്ചന സാറേ, ബുദ്ധി വേണം, ബുദ്ധി. ഇപ്പൊ സാറിന്റെ തല മുഴുവൻ ഈ റിപ്പോർട്ടാണ്. അതിനിടയിൽ ലീവിന്റെ കാര്യം പറഞ്ഞാൽ സാറിന്റെ സ്വഭാവം അറിയാലോ. പക്ഷെ ഇതൊക്കെ തീർത്ത് സമാധാനമായിട്ട് വൈകിട്ട് ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഈ കാര്യം പറയുന്നെങ്കിലോ രാവിലത്തെ പോഴത്തിൽ സാറിന്റെ മനസ്സിലുണ്ടാവുമല്ലോ, സ്വയംപ്രഭ പൊയ്ക്കോളൂ, എന്താ കുഴപ്പം എന്ന് ചോദിക്കും.
വന്ന് വന്ന് പ്രൊഫസറിന് ഒരു വില്ലേജ് ഓഫീസർ ആകാനുള്ള എല്ലാ യോഗ്യതയുണ്ട് അല്ലേ? അതെ, ആദ്യം ഓഫീസർ ആവേണ്ട ഞാനല്ലേ ശിശുപാലൻ ചേട്ടാ. ആ, അതുവരെ ക്ഷമിക്ക്. ആ, പ്രൊഫസറെ, മണി 5 മോഹനേഷ് സാറിനോട് കാര്യം പറയുന്നില്ലേ? പറയാൻ പോവോ ശിശുപാലൻ ചേട്ടാ? നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞങ്ങളുടെ സപ്പോർട്ട് എന്തിനാ പ്രഭയ്ക്ക്? വക്കീലിന്റെ സപ്പോർട്ടില്ലേ? അതുള്ളപ്പോ വേറെ എന്ത് വേണം? അതെ, പ്രഭ തന്നെ അങ്ങ് സംസാരിച്ചാ മതി കേട്ടോ. എന്ത് പറ്റി? സാധാരണ ക്ലോക്കിൽ 5:30 നിങ്ങൾ ഇറങ്ങി ഓടുന്നതാണല്ലോ. ഇന്നിപ്പോ എന്ത് പറ്റി? എനിക്ക് നാളെ രാവിലെ ഒരു 2 മണിക്കൂർ ലീവ് വേണമായിരുന്നു. എനിക്കൊരു തിരക്കുണ്ട് സാർ. ഒരു അത്യാവശ്യ കാര്യത്തിനാ ലീവ്. നടക്കില്ല. സാർ അങ്ങനെ പറയരുത്. ഞാൻ സാറിനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുന്നത്? പ്ലീസ് സാർ. നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? സാർ, ഞാൻ രാവിലെ വക്കീലിനെ വിളിച്ചിരുന്നു. അതുകൊണ്ട് വക്കീല് സാറിനോടൊന്നും പറഞ്ഞില്ലേ? ആരായിരുന്നു? സ്വയംപ്രഭ. എന്തായാലും അവൾക്ക് മോഹനേട്ടനല്ലാത്ത വേറെ ആണുങ്ങളെ ഒന്നും ഇഷ്ടമല്ല. അത്രയ്ക്ക് ഇഷ്ടമായി പോയി. അതുകൊണ്ട് അവൾക്ക് മോഹനേട്ടനെ കല്യാണം കഴിക്കണമെന്ന്. പിന്നെ എങ്ങനെ പറയുമെന്നാണ് മോഹനേട്ടൻ വിചാരിച്ചത്? വക്കീല് സാറിനോട് പറഞ്ഞാണോന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ഞാൻ നേരിട്ട് പറഞ്ഞ സാറ് കരുതും വെറുതെ പറയുന്നതാണ്. അതുകൊണ്ടാ വക്കീലിനോട് പറഞ്ഞത്. എന്നെ പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്? കണ്ണിൽ കാണുന്ന സ്ത്രീകളുടെയൊക്കെ പിറകെ നടക്കുന്ന ഒരു ആഭാസനാണ് കെ മോഹനേഷ് സാറെന്നോ? ഞാനൊരു മാന്യനാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെയുള്ള എന്നോട് ഇത്തരം ഒരു വൃത്തിയുടെ പറയാൻ സ്വയംപ്രഭയ്ക്ക് അങ്ങനെ തോന്നി? എന്റെ ഭാര്യയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ കരുതി വെറുതെ പറഞ്ഞല്ലേ ഓട്ടെ എന്നൊക്കെ. ഇപ്പൊ വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശിശുപാല, ഈ നിൽക്കുന്ന സ്വയംപ്രഭ ഭാമയെ വിളിച്ച് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? സ്വയംപ്രഭയ്ക്ക് എന്നെ അല്ലെ ഇഷ്ടമാണെന്ന്. എന്നെ മാത്രമേ എനിക്കൊന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യയോട് ഇങ്ങനെ വിളിച്ച് പറയോ? ഇനി മേലിൽ എന്നോട് ഒരു അക്ഷരം സംസാരിക്കാൻ സ്വയംപ്രഭ നോക്കിയാ ഞാൻ കേസ് കൊടുക്കും. ആൺമര്യാദക്ക് ജീവിക്കുന്ന ആണുങ്ങളെ വഴുതിരിക്ക് നടക്കുന്നു. അഹങ്കാരി ആണെന്നെനിക്ക്. ഇതെന്തൊക്കെയാ പ്രൊഫസർ പറഞ്ഞത്? എനിക്കറിയില്ല. ഹലോ വക്കീലെ, ഞാനാ സ്വയംപ്രഭ. എന്താ സ്വയംപ്രഭേ? വക്കീല് രാവിലെ സാറിനോട് എന്താ പറഞ്ഞത്? എന്താ? ഞാൻ വിളിച്ച കാര്യം വക്കീല് സാറിനോട് പറഞ്ഞോ? എന്താ പറയണ്ടായിരുന്നു? വക്കീൽ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്? ആവശ്യമില്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വയംപ്രഭ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വക്കീല് സാറിനോട് പറയുമെന്ന് കരുതി തന്നെയാ ഞാൻ പറഞ്ഞത്. സാറിനെ പറ്റി നല്ല 4 വർത്തമാനം പറഞ്ഞ സാറിന് സന്തോഷം. അങ്ങനെ സാറിന് സന്തോഷമായാൽ നാളെ രാവിലെ ഒരു 2 മണിക്കൂർ ലീവ് ചോദിക്കാലോ എന്ന് കരുതി. ഞാൻ നേരിട്ട് സാറിനെ ഫോൺ ചെയ്താ സാറിന് മനസ്സിലാവും പറ്റിക്കുകയാണെന്ന്. അതുകൊണ്ട് വക്കീലിനെ വിളിച്ച് പറഞ്ഞത്. സ്വയംപ്രഭയ്ക്ക് വലിയ അഭിപ്രായമാണല്ലോ എന്ന് വക്കീല് സാറിനോട് പറയുമെന്ന് കരുതി. പക്ഷേ വക്കീൽ അത് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചു. ലീവ് കിട്ടിയില്ല എന്നുള്ളത് പോട്ടെ, സാറിന്റെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ വക്കീലിനെ പറ്റി സാറ് പറഞ്ഞതൊന്നും ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നും അല്ല, സത്യമായിരുന്നു. അത് വക്കീലിനോട് പറയുമ്പോ വക്കീലിന് സന്തോഷാവൂന്ന് ഞാൻ കരുതി. ദേ, ഇമാതിരി ദ്രോഹം ആരോട് ചെയ്യരുത് കേട്ടോ വക്കീലെ. അല്ല സ്വയംപ്രഭ, ഞാൻ
ഭാമേ ഭാമേ നല്ല ക്ഷീണം, ഒരു ചായ എടുക്ക. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? പാവം ആ സ്വയംപ്രഭ മോഹനേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? മോശമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നെ പറ്റി പറഞ്ഞൊന്നും ഞാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോ നാളെ രാവിലെ 2 മണിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. അതെ, സത്യത്തില് നമുക്കെല്ലാവർക്കും ഒരു അബദ്ധം പറ്റിയോ എന്നൊരു സംശയം. അതായത് ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. മോഹനേട്ടൻ എന്നോട് പുരുഷോത്തമ സാറിന്റെ പൈസ ചോദിക്കുന്നു. അപ്പോ ഞാനത് ആലോചിക്കട്ടെ എന്ന് പറയുന്നു. മോഹനേട്ടൻ എല്ലാരോടും എന്നെ പറ്റി നല്ലത് പറയാറുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയുന്നു എനിക്കത് വിശ്വാസമില്ല എന്ന്. തൊട്ടു പിറകെ സ്വയംപ്രഭ വിളിച്ചിട്ട് മോഹനേട്ടൻ പറഞ്ഞ അതേ ഡയലോഗുകളൊക്കെ എന്നോട് പറയുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്താ കരുതുക? മോഹനേട്ടൻ സ്വയംപ്രഭയോട് ഇന്നലെ അത് പറഞ്ഞ് ഏൽപ്പിച്ചാണെന്നല്ലേ? പക്ഷെ സ്വയംപ്രഭ വിളിച്ചെന്തിനായിരുന്നു? മോഹനേട്ടനെ പോഴ്ത്തി എന്നോട് സംസാരിക്കുക, ഞാനപ്പോ അത് മോഹനേട്ടനോട് പറയുക, അങ്ങനെ മോഹനേട്ടൻ ഹാപ്പി ആവുക, അത് കഴിഞ്ഞ് മോഹനേട്ടൻ ആഫീസിൽ ചെല്ലുമ്പോ നാളത്തെ ലീവിന്റെ കാര്യം ഒന്ന് ചോദിക്കുക. ഇതായിരുന്നു പാവ സ്വയംപ്രഭയുടെ പരിപാടി. പക്ഷേ ഞാനൊരു ഡയലോഗ് മാറ്റി പറഞ്ഞതോടെ സിനിമയുടെ കഥ മാറിപ്പോയി. ബാക്കി എന്താ സംഭവിച്ചത് ഞാൻ മോഹനേട്ടൻ പ്രത്യേകം പറയണ്ടല്ലോ. സ്വയംപ്രഭനെ വിളിച്ചു പറഞ്ഞു. പാവല്ലേ സ്വയംപ്രഭ. ഇന്ന് രാവിലെ 8:30 ആയപ്പോഴേക്കും ആഫീസിൽ വന്നതല്ലേ. നാളെ രാവിലെ ഒരു 2 മണിക്കൂർ താമസിച്ചു എന്ന് വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് മര്യാദയ്ക്ക് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു കൊടുക്കായിരുന്നല്ലോ. പറ്റിപ്പോയതാ. മോഹനേട്ടന്റെ സ്വഭാവം വെച്ച് പെട്ടെന്ന് മുറിണ്ടെന്നല്ലേ. അതുകൊണ്ട് സ്വയംപ്രഭ ഒരു വളഞ്ഞ വഴി പ്രയോഗിച്ചു നോക്കിയതാ. അതെ, മോഹനേട്ടൻ സമ്മതിക്കാമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സ്വയംപ്രഭ വിളിച്ച പറയാം. അവക്കത് വലിയ സന്തോഷമാവും. സമ്മതിച്ചാ? അച്ചോടാ, നല്ല മോഹനേട്ടൻ. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പുരുഷോത്തമ ചേട്ടന്റെ ഫീസിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ. അതിന്റെ കാര്യം എന്തായി? ആ പൈസ മുഴുവനും മോഹനേട്ടന്റെ തരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ പുരുഷോത്തമ ചേട്ടൻ പൈസ ഒന്നുമില്ല. 2 ആഴ്ച കഴിയുമെന്ന് പറഞ്ഞു. എനിക്കൊരു ചായ കിട്ടോ? പിന്നെന്താ? 2 ആഴ്ച കഴിക്കോ? അല്ല ഇപ്പോ. രണ്ടുപേർ തമ്മിലുള്ള വാശി തീർന്നു വന്നപ്പോൾ മൂന്നാമതൊരാൾ കുടുക്കിലായി പോയി എന്നതാണ് സത്യം. ഇത്തരമൊരു ഭാര്യയെയും ഭർത്താവിനെയും വിശ്വസിച്ച സ്വയംപ്രഭയെ പറഞ്ഞാൽ മതിയെന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.